ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും മില്യൻ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കടക്കാം. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഇന്നും വീണ്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തു. നിഫ്റ്റി 150 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. വീക്കെൻഡ് ആയതുകൊണ്ട് മാത്രം ആരും റിസ്ക് എടുക്കാൻ തയ്യാറല്ല. 24,176 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇന്ന് 55,310 ക്ലോസ് ചെയ്തപ്പോൾ 736 പോയിൻറ്റ്സിന് കുറവുണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ് 92 പോയിൻറ്റ്സ് കുറഞ്ഞ് 61,910 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ് 41 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഒന്നുണ്ടായി. 18,737 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 16.84 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 516 പോയിൻറ്റ്സ് കുറഞ്ഞ് 77,328 ക്ലോസ് ചെയ്തു. ഇന്നത്തെ DIA FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA ഇന്ന് 6,748 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIയുടെ ഭാഗത്തു നിന്ന് സെല്ലിംഗ് തുടരുകയാണ്. FIA ഇന്ന് 4,110 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി FMCG, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി IT, നിഫ്റ്റി മീഡിയ എന്നീ സെക്ടേഴ്സ് ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും റെഡിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് 80 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 27,259 ക്ലോസ് ചെയ്തു. നിഫ്റ്റി എനർജി 40,795 ക്ലോസ് ചെയ്തപ്പോൾ 346 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 438 പോയിൻറ്റ്സ് കുറഞ്ഞ് 26,011 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG 97 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 51,165 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 25 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 15,416 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ 50 പോയിൻറ്റ്സ് കുറഞ്ഞ് 9497 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 350 പോയിൻറ്റ്സ് ഉയർന്ന് 29,394 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ ഓൾമോസ്റ്റ് സൈഡ് വേസിലാണ്, 1472 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 114 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 13,050 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 109 പോയിൻറ്റ്സ് കുറഞ്ഞ് 11,598 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഫാർമ 25 പോയിൻറ്റ്സ് കുറഞ്ഞ് 24,110 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 8,371 ക്ലോസ് ചെയ്തപ്പോൾ 264 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 3 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. 823 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നിഫ്റ്റി മൺഡേ 24,119 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,032 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,330 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ 24,326 ക്ലോസ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ 24,176 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഈ ആഴ്ച ആകെ 178 പോയിൻ്റ് ഉയർച്ച ഉണ്ടായി. 0.74% റാലി നടത്തി. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 26,129 നിഫ്റ്റി ഇന്ന് 24,176 നിൽക്കുമ്പോൾ 7.48% ലോസാണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ലാസ്റ്റ് 12 മന്ത്സ് മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 31 മെയ് 2025 24,750 ക്ലോസ് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,176 നിൽക്കുമ്പോൾ 2.32% ലോസാണ് കഴിഞ്ഞ 12 മാസം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,274 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,680 കമ്പനികളെന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടൈറ്റാൻ 4.68% റാലി നടത്തി. അപ്പോളോ ഹോസ്പിറ്റൽ 3.32% റാലി നടത്തി. ഏഷ്യൻ പെയിൻറ്റ്സ് 2.74%, ടാറ്റ കൺസ്യൂമർ 2.13%, അദാനി പോർട്സ് 1.59%, ഇൻഫോസിസ് 1.42%, HCL ടെക് 1.27%, ടെക് മഹീന്ദ്ര 1.02%, ബജാജ് ഓട്ടോ 1% ആൻഡ് സൺ ഫാർമ 0.74% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞ് ഇന്ന് SBI 6.66% വലിയൊരു ഫോളോ കണ്ടു. കോൾ ഇന്ത്യ 2.20% ഫോളോ നടത്തി. HDFC ബാങ്ക് 1.91%, ആക്സിസ് ബാങ്ക് 1.89%, ബജാജ് ഫിനാൻസ് 1.79%, ONGC 1.66%, അൾട്രാടെക് സിമന്റ് 1.61%, ട്രെൻഡ് 1.21%, and L&T 1.21%, and Tata Steel
1.20% ഫോളാണ് കാണാൻ സാധിച്ചത്. ഇതൊരു ബൈ ഓർ സെല്ലർ റെക്കമെൻഡേഷൻ അല്ല. ഇനി നമുക്ക് ഈ ആഴ്ചത്തെ സമ്മറിയിൽ ഇത് നോക്കാം. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് മുതൽ ഈ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് വരെയുള്ള ഡീറ്റെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആഴ്ച DIA-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ മൺഡേ മുതൽ ഫ്രൈഡേ വരെ എല്ലാ ദിവസവും DIA നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FIയുടെ ഭാഗത്ത് നിന്ന് മൺഡേ മാത്രമേ 2835 കോടി നെറ്റ് ബൈയിങ് ആണ് നടന്നത്. ബാക്കി എല്ലാ ദിവസവും FII നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DIA ആകെ 21,392 കോടി നെറ്റ് ബൈ നടത്തിയപ്പോൾ FIയുടെ ഭാഗത്ത് നിന്ന് 11,072 കോടി നെറ്റ് സെല്ലാണ് ഈ ആഴ്ച നടന്നത്. ഈ ആഴ്ചത്തെ നിഫ്റ്റി ബാങ്ക്, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ് എന്നിവയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നിഫ്റ്റി ബാങ്ക് 447 പോയിന്റ്സ് ഉയർന്ന് 0.82% റാലി നടത്തി. നിഫ്റ്റി മിഡ് ക്യാപ് 2126 പോയിന്റ്സ് ഉയർന്ന് 3.56% റാലി നടത്തി. നിഫ്റ്റി സ്മോൾ ക്യാപ് 729 പോയിന്റ്സ് ഉയർന്ന് 4.05% റാലി നടത്തി. ആൻഡ് സെൻസെക്സ് 414 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.54% റാലിയാണ് നടത്തിയത്. ഇത് ലാസ്റ്റ് ഫ്രൈഡേ, കഴിഞ്ഞ ഫ്രൈഡേ ക്ലോസ് ചെയ്തത് മുതൽ ഈ ആഴ്ച ഈ ഫ്രൈഡേ ക്ലോസ് ചെയ്ത സമ്മറിയാണ് കാണിച്ചിരിക്കുന്നത്, 1 വീക്ക് സമ്മറി. അതുപോലെ തന്നെ സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ആഴ്ചത്തെ സമ്മറി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് നിഫ്റ്റി PSU ബാങ്ക് എന്നീ സെക്ടേഴ്സ് റെഡിൽ ക്ലോസ് ചെയ്തു 1 വീക്കിൽ സമ്മറി നോക്കുമ്പോൾ. ബാക്കി സ്ക്രീനിൽ കിടന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി ഓട്ടോ 1342 പോയിന്റ്സ് ഉയർന്ന് 5.18% റാലി നടത്തി. നിഫ്റ്റി എനർജി 23 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.06% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 354 പോയിന്റ്സ് ഉയർന്ന് 1.38% റാലി നടത്തി. നിഫ്റ്റി FMCG 93 പോയിന്റ്സ് ഉയർന്ന് 0.18% റാലി കണ്ടു. നിഫ്റ്റി ഹെൽത്ത് കെയർ 498 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 3.34% റാലി നടത്തി. നിഫ്റ്റി ഇൻഫ്ര 78 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.83% റാലി നടത്തി. നിഫ്റ്റി IT 40 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 0.14% റാലി നടത്തി. നിഫ്റ്റി മീഡിയ 16 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 1.15% റാലി നടത്തി. നിഫ്റ്റി മെറ്റൽ 217 പോയിന്റ്സ് ഉയർന്ന് 1.70% റാലി നടത്തി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 95 പോയിന്റ്സ് കുറഞ്ഞ് 0.82% ഫോളോ കണ്ടു. നിഫ്റ്റി ഫാർമ 842 പോയിന്റ്സ് ഉയർന്ന് 3.62% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് 110 പോയിന്റ്സിൻ്റെ കുറവുണ്ടായി 1.30% ഫോളോ കണ്ടു. നിഫ്റ്റി റിയാലിറ്റി 30 പോയിന്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി 3.79% റാലി നടത്തി. ഇതാണ് ഈ ആഴ്ചത്തെ പ്രധാനമന്ത്രി ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നമുക്ക് മൺഡേ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ആൾ.